ാ അത് മുഖ്യമന്ത്രി ചെയ്താലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഇന്നലെ ഒരു സന്തോഷം തോന്നി എന്താന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ എല്ലാ പോസ്റ്റും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, കണക്കുകൾ കൃത്യമായിട്ട് സുതാര്യമായിട്ട് പുറത്തുവിട്ടാൽ നമ്മൾ കൊടുക്കുക. അപ്പം കുറച്ച് പേര് തുറന്നിട്ട് പറഞ്ഞത് ദുരിതാശ്വാസ നിധി പൈസ കൊടുത്തില്ല, ദുരിതാശ്വാസ നിധിയിൽ ഞാൻ തുരങ്കം വെക്കാൻ ശ്രമിച്ചു. അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മമ്മൂക്കയും ലാലേട്ടൻ ഉൾപ്പെടുന്ന മലയാളത്തിലെ സൂപ്പർ താരങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും പ്രതിപക്ഷവും എല്ലാവരും പറഞ്ഞിട്ട് പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പൈസ കിട്ടുന്നില്ല, അഖിൽമാരാര് പറഞ്ഞോണ്ടാ പൈസ കൊടുക്കാതെ എന്നുള്ള രീതിയിലുള്ള ഒരു ആക്രമണം എനിക്കെതിരെ ഉണ്ടായത്. ഞാൻ എൻ്റെ വാക്കിന് തന്നെ പുല്ലുവില പോലും കൊടുക്കാതെ തള്ളിക്കളഞ്ഞാൽ പോരായിരുന്നോ? പക്ഷെ എന്നിട്ട് പോലും ഞാൻ മാത്രമാണോ? ഇപ്പൊ എത്രയോ പേര്, ഇപ്പൊ ഞാൻ അതേ നമ്മളിപ്പോ നിൽക്കുന്ന ക്രൗൺ പ്ലാസയില, ഇതിന്റെ ഓണർ പറഞ്ഞേക്കുന്നത് 50 വീട് വെച്ച് കൊടുക്കാന്നാ. എത്ര ആൾക്കാർ ഇത് നേരിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാത്രമല്ല പറഞ്ഞേക്കുന്നത്, ഒരുപാട് ആൾക്കാർ നേരിട്ട് ചെയ്യാന്ന് തന്നെ പറഞ്ഞിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ ഉന്നയിച്ച ചില സംസാരിക്കുന്നത് അഖിൽ മാരാറാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അഖിൽ മാരാരെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ. ഇതിനു മുമ്പ് ബിഗ് ബോസ് നടക്കുന്ന കൊള്ളരുതായ്മകളെ കുറിച്ച് അഖിൽ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ എത്തി നിൽക്കുന്നത് ദുരിതാശ്വാസ നിധി, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള അവിശ്വാസ്യത വരെയാണ്. അഖിൽ മാരാർ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പങ്കുവയ്ക്കുന്നത് എന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യേണ്ടവർക്ക് അത് എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കാം. ഞാൻ എന്തായാലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, പകരം വീടുകളാണ് വെച്ചു കൊടുക്കുന്നതെന്ന്. അഖിൽ മാരാർക്ക് ഇങ്ങനെ ഒരു പ്രസ്താവനയ്ക്കെതിരെ, അല്ലെങ്കിൽ അഖിൽ മാരാർ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് കൊണ്ട് ഒരു കേസ് പോലും നിലവിൽ വന്നിട്ടുണ്ട്. ആ കേസിന് മുൻകൂർ ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ പോലും അഖിൽ മാരാർ സമീപിച്ചു എന്നുള്ള വാർത്തകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മോഹൻലാലിനെ പോലെ, മമ്മൂട്ടിയെ പോലെ, പ്രഭാസിനെ പോലെ, അല്ലെങ്കിൽ അങ്ങനെ പ്രസിദ്ധരായ കുറെ അധികം ആൾക്കാർ സംഭാവന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചെയ്തിട്ടും കിട്ടേണ്ട തുക കിട്ടുന്നില്ല. അതിന് കാരണം അഖിൽ മാരാരുടെ തെറ്റായ പ്രസ്താവനയാണ് എന്ന് പറയുന്നതിനോട് വ്യക്തിപരമായി എനിക്കും യോജിപ്പില്ല. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് മാത്രം വ്യക്തിപരമായ അഭിപ്രായമായിരിക്കാം. അദ്ദേഹത്തെ പിന്തുടരുന്നവർക്ക്, അല്ലെങ്കിൽ അദ്ദേഹം പങ്കുവച്ച ആശയം ശരിയാണ് എന്ന് തോന്നുന്നവർ ഉറപ്പായിട്ടും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യില്ല. പക്ഷെ ഈ പറയുന്ന പാർട്ടീനെ സപ്പോർട്ട് ചെയ്യുന്നവർ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭരണം ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ടും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുമല്ലോ. അതുകൊണ്ട് തന്നെ സ്വന്തമായ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയതുകൊണ്ട് ഒരാൾക്കെതിരെ, അല്ലെങ്കിൽ അഭിപ്രായ പ്രസ്താവനകൾ തുറന്നു പറയുന്നത് കൊണ്ട് ഒരാൾക്കെതിരെ കേസ് വരുന്നതിനോട് ഏത് രീതിയിലാണ് യോജിക്കാൻ പറ്റുക, അല്ലെ? അഖിൽ മാരാറിനല്ല, മറ്റേതൊരു വ്യക്തിക്കും വയനാടിന് വേണ്ടി എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ സർക്കാരിന്റെയോ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നതാണ് എത്രയും എളുപ്പം, അല്ലെ? സ്വന്തമായി സമയം മെനക്കെട്ട് ഏതൊക്കെ ആൾക്കാരാണ് അർഹർ, ഏതൊക്കെ ആൾക്കാരാണ് ശരിയായ ദുരന്തത്തിന് ഇരയായവർ എന്നെല്ലാം കണ്ടുപിടിച്ച് അവരുടെ കൈകളിലേക്ക് തന്നെ സഹായം എത്തിക്കുന്നത് എത്രയോ മെനക്കെട്ട പരിപാടിയാണ്, അല്ലെങ്കിൽ എത്രയോ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതിലൊന്നും ഇറങ്ങി പ്രവർത്തിക്കാത്ത ആൾക്കാരായതുകൊണ്ട് തന്നെ മുതൽ ഇതിനെക്കുറിച്ചെല്ലാം അന്വേഷിച്ച് വിവരങ്ങളെല്ലാം ശേഖരിച്ച് ശരിയായ കൈകളിലേക്ക് എത്തിക്കേണ്ടതായിട്ട് വരും. പക്ഷെ സർക്കാരിലേക്കോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കോ ഈ പൈസയോ ഈ സഹായമോ സംഭാവനയായിട്ട് ചെയ്താൽ ആൾക്കാരെയും, അല്ലെങ്കിൽ ദുരന്തത്തിൽ അകപ്പെട്ടു പോയവരെയും കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്ന അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ അവരുടെ കൈകളിലേക്ക് തന്നെ ഇത് എത്തിക്കും. ഏത് രീതിയിൽ നോക്കിയാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നത് തന്നെയാണ് സമയലാഭം. അപ്പൊ എനിക്ക് ഈ വിദ്യാശ്രീ പദ്ധതി വഴി ഗവൺമെന്റ് സൗജന്യമായിട്ടാണോ കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തത് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. വിദ്യാശ്രീ പദ്ധതി വഴി ചിട്ടിയല്ലേ കൊടുത്തത് ആക്ച്വലി? അതായത് അല്ല, അതിന്റെ കറക്റ്റ് കാര്യം അറിയാനാണ് ഞാനൊന്ന് വിളിച്ചത്. എനിക്കത് വിദ്യാശ്രീ പദ്ധതി കാര്യം വെബ്സൈറ്റിലോ കാര്യങ്ങളോ ഒന്നും ഇത് അവൈലബിൾ അല്ല. വിദ്യാശ്രീ പദ്ധതി വഴി KSFB കൊടുത്തത്, ലാപ്ടോപ്പ് കൊടുത്തതിന്റെ ഡീറ്റെയിൽസ് ആണ് അറിഞ്ഞത്, അല്ലേ? അതായത് നമ്മളിപ്പം സപ്പോസ് ഇപ്പൊ 20,000 രൂപ മേടിക്കാൻ കൊടുത്തെങ്കിൽ അത് സൗജന്യമായി കൊടുത്ത തുകയാണോ, അതോ തിരിച്ചു മാസം അടവുകളുണ്ടോ? വാർത്തയിലൊക്കെ കിടക്കുന്നത് പല ആൾക്കാരും തിരിച്ച് അടച്ചു, ഞാൻ 6,000 രൂപ അടച്ചു, 7,000 രൂപ അടച്ചു. അത് മാസം തോറും 500 രൂപ വെച്ച് അടയ്ക്കുന്ന സ്കീമായിരുന്നു അത്. 15,000 രൂപ അടച്ചാൽ മതി. അപ്പൊ സാറ് ഒരു ചെറിയ സംശയം, അപ്പം ഈ ഗവൺമെന്റ് അപ്പൊ എന്തിനാണ് KSFBക്ക് പൈസ തരുന്നത്? കാരണം ആക്ച്വലി ഗവൺമെന്റ് തന്ന പൈസയല്ല, അത് KSFBയുടെ പൈസയാണ്. അല്ല, മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഗവൺമെന്റ് ആ ഒരു ഭാഗം തെറ്റാണ്. ഗവൺമെന്റ് തന്നതല്ല, അത് KSFBയുടെ പദ്ധതിയാണ്. പദ്ധതിയും സംയോജിപ്പിച്ച് സർക്കാർ 81,43,00,000 രൂപ KSFBക്ക് നൽകി. ഇതുവഴി ആകെ 47,673 വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ ആ ഘട്ടത്തിൽ നൽകാനുമായി. ഇതാണ് വസ്തുത. അഖിൽ മാരാർ ആരോപിച്ച ആരോപണത്തിനായി, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചർച്ചയായപ്പെട്ട ആശയത്തിനെതിരെ തന്റെ ക്ലാരിഫിക്കേഷൻ മുഖ്യമന്ത്രി നൽകിയിരുന്നു. 47,000 കുട്ടികൾക്ക് പഠന ആവശ്യത്തിനായി അവർക്കൊരു താങ്ങായി ഏകദേശം 81 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും KSFBയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു എന്നാണ്.
മുഖ്യമന്ത്രിയുടെ ആ പ്രസ്താവന തള്ളുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ആ പ്രസ്താവന തെറ്റായിരുന്നു എന്ന് സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള വോയിസ് റെക്കോർഡും നമ്മളിപ്പോൾ കേട്ടു. KSFയിൽ നിന്നുള്ള പ്രവർത്തകൻ പറയുന്നത് അത് മുഖ്യമന്ത്രിക്ക് വന്നൊരു തെറ്റാണ്, അങ്ങനെയല്ല അതിന്റെ സത്യം. 500 രൂപ വെച്ച് ഏകദേശം തവണകളായി ഈ 47,000 കുട്ടികളും ഈ ലാപ്ടോപ്പിന്റെ പൈസ തിരിച്ചടയ്ക്കുന്നുണ്ട് എന്നാണ്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ വാദം വളരെ കറക്റ്റ് ആയിട്ട് പൊളിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ തന്നെ പൊളിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ വീഡിയോകളും ഈ ഇൻഫർമേഷൻ എല്ലാം പങ്കുവച്ചത് അഖിൽ മാരാർ തന്നെയാണ്. ദുരിതാശ്വാസ നിധിയിൽ തനിക്ക് വിശ്വാസമില്ല എന്ന് പറയുന്നതിനുള്ള വ്യക്തമായ കാരണങ്ങളും വ്യക്തമായ തെളിവുകളും പിന്നെയും സമൂഹ മാധ്യമങ്ങളിലേക്ക് പങ്കുവച്ചുകൊണ്ടിരുന്നത് അഖിൽ മാരാർ തന്നെയാണ്. പക്ഷെ എനിക്ക് വ്യക്തിപരമായി യോജിക്കാൻ പറ്റാത്തത് ഇത്രയെല്ലാം വിയോജിപ്പുകളും ഇത്രയെല്ലാം തെളിവുകളും ദുരിതാശ്വാസ നിധിക്കെതിരെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അഖിൽ മാരാർ ഇത്രയും വ്യക്തമായി സംസാരിക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് പിന്നീട് അഖിൽ മാരാർ 1 ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തത് എന്നാണ്. ദുരിതാശ്വാസ നിധിയിലേക്ക് 1 ലക്ഷം രൂപ കൊടുത്തതിന് ശേഷം കിട്ടുന്ന റെസിപ്റ്റ് അഖിൽ മാരാർ തന്നെ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെ പങ്കുവയ്ക്കുന്ന സാഹചര്യത്തിൽ അഖിൽ മാരാർ പറയുന്ന അതിനെ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അഖിൽ മാരാരെ ഫോളോ ചെയ്യുന്ന കുറെ അധികം ആൾക്കാർക്കുള്ള സംശയം തന്നെയാണ് ഞാനും ഇപ്പോൾ പ്രകടിപ്പിച്ചത്. ഇത്രയെല്ലാം ദുരിതാശ്വാസ നിധിക്കെതിരെ സംസാരിക്കുക മാത്രമല്ല തെളിവുകൾ സംസാരിക്കട്ടെ എന്നുള്ള രീതിയിൽ തെളിവുകൾ മുമ്പോട്ട് നിരത്തിയതിനു ശേഷം പോലും എന്തിനു വേണ്ടിയിട്ടാണ് 1 ലക്ഷം രൂപ സംഭാവന ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ദിവസം നമ്മൾ ഉന്നയിച്ച ചില സംശയങ്ങൾക്ക് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ മറുപടി പറഞ്ഞു. അതൊരു ജനാധിപത്യ മര്യാദയാണ്. നമ്മൾ അവരോട് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ജനാധിപത്യപരമായിട്ടൊരു മുഖ്യമന്ത്രിയോട് നമ്മൾ ചോദിക്കുമ്പോൾ ഞാനെന്നല്ല, കേരളത്തിലെ ജനങ്ങളാണ് ചോദിക്കുന്നത്. ഈ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം നൽകുന്ന സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് തോന്നുന്നത് ഇതൊരു മുഖ്യമന്ത്രിയാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നമുക്ക് മഹാരാജാവായിട്ട് ഫീൽ ചെയ്യും. അവിടെയാണ് പ്രശ്നം. അതേ ഉള്ളൂ. അപ്പൊ ഞാൻ അദ്ദേഹം അങ്ങനെ മറുപടി പറയാൻ കാണിച്ചപ്പോൾ നമ്മളെ പൈസ കൊടുക്കുന്ന പ്രോത്സാഹന സമ്മാനം ഉണ്ടല്ലോ, നമ്മളില്ല കുട്ടികളെ നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കും. ആ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു നല്ല കാര്യം വന്ന സമയത്ത് മറ്റേത് പുള്ളി മൈക്ക് ഓപ്പറേറ്ററെ കണ്ട ചെബുക്കലിനടിക്കും, ഫോട്ടോ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ആട്ടി ഓടിക്കും, മൊബൈൽ കെട്ടിപ്പറിച്ച് കളയും. ഒരു പാവം പിടിച്ചൊരു അമ്മച്ചി വന്നിട്ട് ഫോട്ടോ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് അവരെ കണക്ക് പുറത്ത് മാധ്യമം നമ്മൾ ആരോപണങ്ങൾ ആരോപിച്ചപ്പോൾ അല്ലെങ്കിൽ സംശയങ്ങൾ പ്രകടിപ്പിച്ചപ്പോൾ തന്റെ ഭാഗത്തു നിന്ന് ഒരു ക്ലാരിഫിക്കേഷൻ നൽകാൻ മുഖ്യമന്ത്രി തയ്യാറായി. അങ്ങനെ നൽകിയത് കൊണ്ട് ആ ക്ലാരിഫിക്കേഷനുള്ള ഒരു പ്രോത്സാഹന സമ്മാനം എന്നുള്ള വണ്ണമാണ് 1 ലക്ഷം രൂപ സംഭാവന ചെയ്തതെന്നാണ്. അങ്ങനെ മുഖ്യമന്ത്രി ഒരു ക്ലാരിഫിക്കേഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ അതൊരു മുഖ്യമന്ത്രിയുടെ കടമയാണ്. ഏതൊരു പൊതുപ്രവർത്തകനും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ പാലിക്കേണ്ട സാമാന്യ നീതിയാണ്. നമ്മുടെ കയ്യിലേക്ക് 1 രൂപ വരുന്നുണ്ടെങ്കിൽ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി ആരെങ്കിലും നമ്മൾക്ക് നൽകുന്നതാണെങ്കിൽ അത് എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളത് പൊതുമാധ്യമത്തെയും അല്ലെങ്കിൽ പൊതുജനത്തെയും അറിയിക്കേണ്ടത് ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകന്റെയും കടമ മാത്രമാണ്. അത് മാത്രമാണ് മുഖ്യമന്ത്രിയും ഇവിടെ ചെയ്തത്. അങ്ങനെ ചെയ്ത് മുഖ്യമന്ത്രിക്ക് ഒരു പ്രോത്സാഹന സമ്മാനം എന്നോളം 1 ലക്ഷം രൂപ കൊടുത്തതിൽ ഞാനും യോജിക്കുന്നില്ല. 1 ലക്ഷമായാലും അല്ലെങ്കിൽ 1 രൂപയായാലും നമ്മൾ അത് കൊടുക്കുന്നത് യഥാർത്ഥ കൈകളിൽ തന്നെ എത്തണം എന്നുള്ള വിശ്വാസം കൊണ്ടാണ്. അങ്ങനെ എത്തില്ല എന്നുള്ള രീതിയിൽ പലവിധ തെളിവുകൾ അഖിൽ മാരാർ തന്നെ പുറത്തു വിട്ടിട്ടും എന്തിനു വേണ്ടിയിട്ടാണ് ഒരു പ്രോത്സാഹന സമ്മാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊണ്ട് ഇട്ടുകൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വ്യക്തിപരമായി എനിക്ക് അതിനോട് യോജിക്കാനും പറ്റുന്നില്ല. അമ്മ എനിക്ക് അയച്ച ഒരു വോയിസ് ആണ്. അതായത് ഇത് എൻ്റെ അടുത്ത് അമ്മ മാത്രമല്ല, എല്ലാവരും എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. വിഷ്ണു, നീ നിന്റെ കാര്യം നോക്കട ചേർക്ക. നീ നാട് നന്നാക്കാൻ നടക്കുന്ന എന്തിന്? നീ നിന്റെ കൊച്ചുകളെ പെണ്ണുമ്പിള്ളെ സംരക്ഷിക്കാൻ നടക്കൂ. ശരിയാണ്, അഖിൽ മാരാരുടെ അമ്മ പറഞ്ഞതുപോലെ സ്വന്തം കാര്യം നോക്കി കുടുംബത്തെയും മക്കളെയും മാത്രം നോക്കി ജീവിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്ന കുറെ അധികം ആൾക്കാർ ഈ സമൂഹത്തിലുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലാണ് അഖിൽ മാരാർ മുമ്പോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് ജീവിതം മുമ്പോട്ട് നയിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്ന കുറെ അധികം ആൾക്കാരുണ്ടാവും. അവരോടെല്ലാം അഖിൽ മാരാർ പറയുന്നത് എന്റെ കാര്യം ദൈവം നോക്കിക്കോളും. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇവിടം വരെ എത്താമെന്നുണ്ടെങ്കിൽ ഒരു നിമിഷം കൊണ്ട് തകർന്നു പോയാലും ആ ഒന്നുമില്ലായ്മയിൽ കഴിഞ്ഞ ഒരു അഖിൽ മാരാറായിട്ട് ജീവിക്കാൻ ഞാൻ ഇനിയും തയ്യാറാണ്. പക്ഷെ അഴിമതി കണ്ടാൽ അല്ലെങ്കിൽ തെറ്റുകൾ കണ്ടാൽ സംസാരിക്കാതിരിക്കാനുള്ള ഒരു മനോഭാവം എനിക്കില്ല എന്നാണ് അഖിൽ മാരാർ പല വീഡിയോകളിലും പല ഇന്റർവ്യൂകളിലും വ്യക്തമാക്കിയിട്ടിരിക്കുന്നത്. അഖിൽ മാരാരെ അനുമോദിക്കുന്നവരാവട്ടെ, പിന്തുടരുന്നവരാവട്ടെ, അല്ലെങ്കിൽ എതിർക്കുന്നവരാവട്ടെ, ഏത് തരത്തിൽപ്പെട്ട ആൾക്കാരായാലും അഖിൽ മാരാർ ഒരു അഭിപ്രായം തുറന്നു പറയാൻ കാണിക്കുന്ന ആ മനസ്സിനെ, ആ ആർജവത്തെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റൂ. അത് ഏതൊരു രാഷ്ട്രീയ നേതാവാകട്ടെ, രാഷ്ട്രീയ പാർട്ടി ആകട്ടെ, സിനിമയാകട്ടെ, സിനിമാക്കാരനാവട്ടെ, എതിർത്ത് പറയാനുള്ളത് അഖിൽ മാരാർ എന്നും പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിൽ അദ്ദേഹത്തിന് വരുന്ന നഷ്ടങ്ങളോ ലാഭങ്ങളോ അദ്ദേഹം ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്കും വ്യക്തിപരമായി തോന്നുന്നില്ല. പ്രതിപക്ഷം ചെയ്യേണ്ട പണികൾ ചെയ്യാതെ വരുമ്പോൾ അഖിൽ മാരാരെ പോലുള്ള പൊതുജനം അല്ലെങ്കിൽ സാധാരണക്കാർ ശബ്ദം ഉയർത്തേണ്ടതായിട്ട് വരും. അതിനെതിരെ ഭരണപക്ഷം സ്വാഭാവികമായിട്ടും കേസെടുക്കും. അതിന്റെ പുറകെ സാധാരണക്കാർ നടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പോംവഴി എന്ന് പറയുന്നത് പ്രതിപക്ഷം പ്രതികരിക്കുക, പ്രതിപക്ഷം ശരിയായ രീതിയിൽ അവരുടെ ജോലി എടുക്കുക എന്നുള്ളതാണ്. ഞാൻ പങ്കുവച്ചത് എന്റെ മാത്രം അഭിപ്രായങ്ങളാണ്. ഞാൻ നിങ്ങളോട് സംസാരിച്ചത് എന്റെ കാഴ്ചപ്പാടുകളാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കാം നമ്മുടെ കമന്റ് സെക്ഷനിൽ. താങ്ക് യു.